ഗായ്സ്, അമ്മയാണെങ്കിൽ ഞങ്ങളുടെ കലാപരിപാടികളാണ് അമ്മയുടെ ബാക്കിൽ കിടക്കുന്നത്. അമ്മ ചോറ് വാരി കൊടുക്കുകയാണ്. ചക്ക വേവിച്ചതും മോരും ചമ്മന്തിയുമാണ് ഏറ്റവും ഇഷ്ടം. അമ്മയ്ക്ക് വന്ന ഇഷ്ടം. അമ്മ പിന്നെ എന്ത് കിട്ടിയാലും കഴിക്കും, അങ്ങനല്ല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ടൗണിൽ വരെ ഒന്ന് പോകണമായിരുന്നു. പോയിട്ടൊക്കെ വന്ന് പിന്നെ കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം വന്നപ്പോഴത്തേക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് ഉച്ചയ്ക്ക് കറിയൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ ചോറുണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നിട്ടാണ് ചോറ് പോലും കഴിച്ചത്. ഞാൻ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ കുട്ടികളെ വിളിക്കാൻ പോയത്. അപ്പോൾ അവർക്ക് 3 മണി വരെയാണ് ക്ലാസ്. 3 മണിക്കാണ് ക്ലാസ് കഴിയുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് ഞാനൊരു 3:15 ആയപ്പോഴത്തേക്ക് സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോയി അവരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടാകും കേട്ടോ. പിന്നെ അമ്മയാണെങ്കിൽ ഞാൻ ചക്കയൊക്കെ അമ്മ അത് മുറിച്ചു. ചക്ക ഇന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മുറിച്ചു, അതൊക്കെ എല്ലാം പൊളിച്ചെല്ലാം കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ പോയത്. പിന്നെ അന്നത്തേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് അമ്മ അവിയലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ചക്ക അവിയലാണ് കേട്ടോ വെച്ചത്. അപ്പം ആദ്യത്തെ കമൻട്രിയൊക്കെ അതൊക്കെ നിങ്ങൾ കേട്ടാണല്ലോ. അപ്പോൾ എൻ്റെ മൂത്ത പുത്രൻ പറഞ്ഞതാണത്. അപ്പോൾ അവനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ അവനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് നമുക്കുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ എടുത്തുകൊണ്ട് പോകുന്നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ പറയുന്ന പോലെ എടുത്തൊക്കെ തരും. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ അടുക്കള കുറച്ചൊന്ന് ഒതുക്കി എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് വൃത്തിയാക്കാനുണ്ട്. പാത്രങ്ങളൊക്കെ ഒത്തിരി കഴുകാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ കുറേ കാര്യങ്ങൾ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോക്ലേറ്റ് കഴിച്ച മിഠായി ചോക്ലേറ്റ് കഴിച്ച അതിൻ്റെ കവറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്തൊന്ന് മാറ്റി ഒന്ന് ക്ലീനാക്കി തുടച്ചിടാമെന്ന് വെച്ചിട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്തോ ഭയങ്കര ഒത്തിരി സാധനങ്ങൾ ഇരിക്കുന്ന പോലെ നമുക്കൊന്ന് ഫീൽ ചെയ്യുമേ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ നമ്മൾ ചക്ക എടുത്തതിൻ്റെ ബാക്കി ചക്കയും പിന്നെ ചക്കയുടെ ആ പൂഞ്ഞും പിന്നെ ചക്കക്കുരും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സെപ്പറേറ്റ് മാറ്റി ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിലാക്കി വെച്ചു. പിന്നെ ഇതൊക്കെ പിന്നീട് അമ്മയായിരുന്നു വൈകിട്ടിരുന്ന് അരിഞ്ഞായിരുന്നു കേട്ടോ. നാളത്തേക്കും എൻ്റെ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ട് അമ്മ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുട്ട വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ എടുത്ത് വെച്ചപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പം ഒരു പാക്കറ്റ് മാഗി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ വൈകുന്നേരം സാധാരണ സ്കൂളിൽ നിന്ന് വന്നാൽ എന്തെങ്കിലും നമ്മൾ അതുപോലെ ചായയായിട്ട് എന്തെങ്കിലും സ്നാക്സ് കൊടുക്കും. അല്ലെങ്കിൽ ചോറ്, മീനോ അങ്ങനെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കുക. അവർ ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കുന്നില്ലല്ലോ, മീനൊന്നും അങ്ങനെ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള കറികളുണ്ടെങ്കിൽ വരുമ്പോൾ അവർക്ക് ചോറാണ് കൊടുക്കുക. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് മീനൊക്കെ കുറേ നാളായി കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ മീനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിക്കണമെന്നൊക്കെ പോയതാണ്. പക്ഷേ മഴയായത് കാരണം പിന്നെ വാങ്ങിച്ചില്ല. ഞാൻ ഇറങ്ങി വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. പച്ചക്കറി എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചല്ലാണ്ട് നമ്മുടെ മെഴുക്കുവരട്ടി നമ്മുടെ സ്കൂളിലൊക്കെ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ചേച്ചിയോട് അങ്ങ് ഭയങ്കരമായിട്ട് കത്തി വെക്കുകയാണ് കേട്ടോ. എന്താ പറയുന്നത് എന്തോ. അപ്പം ആരുടെയും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആരും കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് മ്യൂട്ട് ചെയ്തത്. അത് ചുമ്മാതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഞാൻ ടൗണിലൊക്കെ 2 വീലറിൽ പോകുമെങ്കിലും എനിക്ക് ഉള്ളിലൊരു ഭയം ചെറുതായിട്ട് എവിടെയൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരുപാട് അങ്ങനെ ടൗണിൽ ഇറങ്ങാറില്ല. ഇന്ന് പോയി കേട്ടോ. പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴൊരു ടെൻഷൻ ഉണ്ടല്ലോ. പഠിച്ചു എങ്കിൽ പോലും നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി എങ്കിൽ പോലും ഒരു ചെറിയൊരു ടെൻഷൻ എവിടേക്കോ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഭയങ്കര ഒരു ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ അത് മാറ്റി സെപ്പറേറ്റ് എല്ലാം വേർതിരിച്ച് വെക്കുകയാണ് കേട്ടോ. ഓരോന്നും ഓരോ സെക്ഷനാക്കി മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പത്തിലാണ്. നാളെ ഇന്നതിന് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ പാവയ്ക്ക വാങ്ങിച്ചു, അതുപോലെ വെണ്ടയ്ക്കായ വാങ്ങിച്ചു, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ ചെറിയ ബീട്രൂട്ടാണ് കേട്ടോ. പിന്നെ ഇവക ഐറ്റംസൊന്നും നമുക്ക് അങ്ങനെ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ 3-4 കടകളിൽ കയറി ഞാൻ. അപ്പം മഴ ആയതുകൊണ്ടാവാം കുറേ കാര്യങ്ങൾ. ഞാൻ കോവയ്ക്കൊക്കെ വാങ്ങിക്കണം, ചീമച്ചക്ക വാങ്ങിക്കണം എന്നൊക്കെ വെച്ചിട്ടാണ് പോയത്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ടെങ്കിൽ പോന്നു. പിന്നെ അല്ലാണ്ട് പച്ചക്കറി ആയിട്ട് അങ്ങനെ നമ്മൾ കിറ്റായിട്ടാണ് വാങ്ങിച്ചില്ല കേട്ടോ.
കിറ്റായിട്ട് വാങ്ങിച്ചാലും സാമ്പാറും അങ്ങനെയൊക്കെ വെക്കാനുള്ള കുറേ വെട്ട് സാധനങ്ങൾ ഐറ്റംസ് ആയിരിക്കും കിട്ടുക. പിന്നെ അതുപോലെ നമ്മുടെ ഇങ്ങനെയുള്ള വഴുതനങ്ങയൊക്കെ കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ചോറിന്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ഐറ്റംസ് ഇഷ്ടവുമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ വാങ്ങിച്ചു. അതൊക്കെ ഇനി ഓരോന്നും എടുത്ത് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ എന്താ സവാളയ്ക്കൊക്കെ വിലക്കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. 4 കിലോ 100 അങ്ങനെ സംതിങ് അങ്ങനെ എന്തോ ആണ്. പിന്നെ അങ്ങനെ എന്താ പറയുക, നമ്മളാണെങ്കിൽ ഓരോന്ന് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് കയറി ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ വന്ന് അതിലത്തെ ഒരു പാവയ്ക്ക് ഒരു ക്യാരറ്റ് അവിടെ നിന്ന് ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു ക്യാരറ്റ് എടുത്തുകൊണ്ട് പോയി താഴെ കളഞ്ഞു കേട്ടോ. താഴെ റോഡിലെങ്ങാണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ കാര്യം പറയുന്നതിനിടയ്ക്കിലൊന്നും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേച്ചിയാണ് പറഞ്ഞത് ക്യാരറ്റ് എടുത്തുകൊണ്ട് കളഞ്ഞെന്ന്. അപ്പോൾ പിന്നെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. താഴെ പോയി നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന്. അപ്പം നമ്മളിതെല്ലാം മറികടന്ന് വേണം വീഡിയോ എടുക്കാനും. ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരെ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ വീഡിയോ എടുക്കുന്നത് മെയിനായിട്ടും അതാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ ഒക്കെ ആകുമ്പോൾ ഇത് ഭയങ്കര ഇതാകും. പിന്നെ അങ്ങനെ ചേച്ചി വന്നു, നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ചേച്ചി പ്രത്യേകം എന്നോട് പറഞ്ഞായിരുന്നു വീഡിയോയിൽ കാണിക്കരുതെന്ന്. അപ്പോൾ ഞാൻ കാണിക്കത്തില്ല ഉറപ്പൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പക്ഷേ വീഡിയോ എടുക്കുകയാണെന്ന് പുള്ളി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ. വീഡിയോ ഓഫാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ വന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ പിന്നെ ഞാനെന്താ അങ്ങനെ ചേച്ചി വന്ന് ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് പോയി. അപ്പോൾ ചേച്ചിക്ക് ഇനി ട്യൂഷന് പിള്ളേരൊക്കെ വരും. അതുകൊണ്ട് പിന്നെ ചേച്ചി പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഞാനിതൊക്കെ അങ്ങ് ഒതുക്കി വെച്ചിട്ട് ഇനി അടുത്ത നെക്സ്റ്റ് മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മാഗി ഉണ്ടാക്കുക വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല, ചെറുതായിട്ട് ചെറിയ ഒരു സിമ്പിൾ പണിയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും മാഗി ഒന്നും അധികം അങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും നമ്മൾ മാസത്തിലൊരിക്കലും അങ്ങനെയൊന്നും കൊടുക്കാറില്ല. എപ്പോഴെങ്കിലും നമ്മളൊന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഒരു പാക്കറ്റ് മാഗി ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചില്ല, അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുട്ടികൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ക്യാരറ്റും 2 സവാളയൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ വഴറ്റി മുട്ടയൊക്കെ 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചിക്കി അങ്ങനെ ഞാൻ മാഗി ഉണ്ടാക്കി കേട്ടോ. പിന്നെ മാഗിയൊക്കെ ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. എനിക്ക് ചൂടോടുകൂടി കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് ഉണ്ടാക്കിയത് കിട്ടിയില്ല, കുട്ടികൾക്ക് മാത്രം തരുന്നതേ കാരണം നമ്മൾ 4 എണ്ണത്തിൻ്റെ ആ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ കൊണ്ടുവന്നത് കേട്ടോ. പക്ഷെ അത് നമുക്ക് ഇത്രയും കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് തികയില്ല. അപ്പം 2 പാക്കറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഒക്കെ കഴിക്കാൻ തികയും കേട്ടോ. അപ്പം നമ്മൾ കുട്ടികൾ അവർ പിന്നെ ടേസ്റ്റ് അവരങ്ങനെ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ ടേസ്റ്റ് കാരണം പിന്നെയും ചോദിക്കുമ്പോൾ നമ്മൾ പിന്നെ അവർക്കങ്ങ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ പിന്നെ കട്ടൻ ചായയും അങ്ങനെ കുറച്ച് അല്ലാണ്ടുള്ള പലഹാരങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ മെയിനായിട്ടും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ നമ്മൾ എണ്ണയും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ എന്തെങ്കിലും പൊതുവേ ഈ പൊരിപ്പ് സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ കൂടുതലും അവർക്ക് ഇതാവുക. അതുകൊണ്ട് നമ്മൾ അതങ്ങ് ഒഴിവാക്കി. പക്ഷേ മാഗിയും ഒരുപാട് കൊടുത്തുവിടുന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മളെന്നും അങ്ങനെ കൊടുക്കാത്തത് കൊണ്ടാണ് ഇതിപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ വെജിറ്റബിൾസൊക്കെ കുറച്ചങ്ങ് ചെന്നോളുമല്ലോ, കാരണം അവരല്ലാണ്ട് ക്യാരറ്റും അങ്ങനെയുള്ളതൊന്നും കഴിക്കില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ മാറ്റി വെക്കത്തില്ലല്ലോ, അപ്പോൾ ഫുള്ളായിട്ട് അങ്ങ് കഴിച്ചോളും. പിന്നെ മാഗി മസാലയൊക്കെ ഞാനതിൽ പൊട്ടിച്ചിട്ടിട്ട് ഞാനിങ്ങനെയായിട്ട് വെക്കുക. പലരും പല ടൈപ്പിലായിരിക്കും മാഗി വെക്കുക. ആദ്യം വേവിച്ചെടുത്തിട്ട് ഞാനും ആദ്യമൊക്കെ മാഗി ഇങ്ങനെ വേവിച്ച് മാറ്റി വെച്ചിട്ട് പിന്നീട് എല്ലാം കൂടെ വഴറ്റിയിട്ടൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തോ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നും. കാരണം നമ്മൾ ഇതിൽ തന്നെ എല്ലാം അതിന് എന്താ പറയുക ആ ഒരിത് നമ്മുടെ ഇതിലെല്ലാം കിട്ടില്ല, വെള്ളമൊന്നും ഊറ്റിക്കളയാണ്ട് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാൻ ആദ്യം ക്യാരറ്റും അതുപോലെ എല്ലാം ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ചൊരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തു, നമ്മുടെ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് എന്താ പറയുക മുട്ടയൊന്ന് ചിക്കി എടുത്തു കേട്ടോ. 2 മുട്ടയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 2 മുട്ടയൊന്ന് ചിക്കി എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാഗിക്ക് ആവശ്യമായ വെള്ളം എടുത്ത് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ മാഗി എല്ലാം അതിലേക്ക് ഇട്ടു. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഗി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്ത് എനിക്ക് തോന്നുന്നില്ല ഗരം മസാല അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ചിലപ്പോൾ ചേർക്കും. അപ്പോൾ നമ്മുടെ മാഗി അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ട് അത് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചൂടോട് കൂടി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്.
അങ്ങനെ പിന്നെ എന്താ ഇത്രയും ഉണ്ടായിരുന്നു, പക്ഷേ അത് കുട്ടികൾക്ക് മാത്രമേ തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അമ്മ അവിടെ നിന്ന് ബാക്കി ഞാൻ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അമ്മ ചക്കയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുടനെ ഇവരെല്ലാം ഓടി മറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര എന്തോ കണ്ട് പേടിക്കുന്ന പോലെയൊക്കെയാണ്, അവരെല്ലാവരും പല വഴിക്കോട്ട് ഓടി മാറും. അങ്ങനെ പിന്നെ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അമ്മ തേയിലുള്ള നമ്മുടെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് മാറി, നീ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മ അങ്ങ് പോയി. പിന്നെന്താ കുട്ടികളെല്ലാം മാഗിയൊക്കെ കഴിച്ചപ്പോൾ ലാസ്റ്റ് വന്ന മാഗി ഒരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കി, കുറച്ച് ചേച്ചിക്കും വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഈ മാഗിയും ഇങ്ങനെ മുട്ട, പ്രത്യേകിച്ച് മുട്ടയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ നമ്മുടെ കിച്ചണിലൊക്കെ. അപ്പം മുട്ടയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതായിരിക്കും. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളും പിന്നെ കൗണ്ടർ ടോപ്പിലിരുന്ന ആ കുപ്പിയും അതും ഇതെല്ലാം അങ്ങ് മാറ്റിയിട്ട് അതുപോലെ നല്ല മണമുള്ള ലോഷൻ ഒഴിച്ച് അവിടെ എല്ലാം അങ്ങ് തുടച്ചു കേട്ടോ. അപ്പോൾ നല്ലൊരു മണമായിരുന്നു. നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ആ മുട്ടയുടെ സ്മെല്ലും അതും ഇതൊക്കെ മാറി. അതേപോലെ ഡൈനിങ് ടേബിൾ ഉണ്ടോ, അവർ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയതാണ്. കഴിച്ചിട്ട് അവർ നേരെ കളിക്കാൻ പോയി. അങ്ങനെ പിന്നെ ഞാൻ ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ആ ലോഷനൊക്കെ ഒഴിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ അതുപോലെ തന്നെ അവിടെ എല്ലാം ഒന്ന് തൂത്തു. കാരണം എത്രയൊക്കെ ചെയ്താലും പിന്നെയും അവർ കയറി വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമ്മൾ വൃത്തിയായിട്ട് നോക്കണമല്ലോ. അങ്ങനെ പിന്നെന്താ ഞാനത് പിന്നെ അമ്പലത്തിലെ അർച്ചന ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതായിരിക്കുന്നത്. അതുകൊണ്ട് ഞാനതുകൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് ലോഷനൊക്കെ ഒഴിച്ച് അവിടെ ഒന്ന് തുടച്ചിട്ട് അവിടെ എല്ലാം നമ്മുടെ ഹാളും ആ റൂമെല്ലാം ഒന്ന് തൂത്ത് കേട്ടോ. പൊടിയാണ്, ഒരുപാട് പൊടിയാണ്. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും തൂത്താലും പൊടിയാണ് കേട്ടോ. അപ്പോൾ മിക്കവർക്കും അറിയാമായിരിക്കും. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് തൂത്തിട്ട് ഇനിയാണ് ഞാൻ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ മാഗി ഉണ്ടായിരുന്നില്ല കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ബിസ്ക്കറ്റ് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.